സാമ്പത്തിക വിദഗ്ധൻ ധനരാജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ധനരാജ്, നമ്മൾ കാലങ്ങളായി ഓരോ സീസണുകളിലും ഈ ആശങ്ക പുലർത്തുന്നതാണ്. പ്രത്യേകിച്ച് ഓണം സീസണുകളിൽ ഇപ്പോൾ തന്നെ അരിക്ക് പലവ്യഞ്ജനത്തിനൊക്കെ വില ഉയർന്നിരിക്കുന്നു. മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും കാര്യം പറയേണ്ടതില്ല. അവിടെ ഏക ആശ്വാസമാകുന്നത് പച്ചക്കറിയാണ്. ഒരു പക്ഷേ ഓണക്കാലത്ത് പച്ചക്കറിക്കുണ്ടാകുന്ന ഡിമാൻഡ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പുറത്തു നിന്നാണ് എത്തുന്നത്. അരി എത്തുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ തെലങ്കാനയിൽ നിന്നൊക്കെ മറ്റ് ശ്രീലങ്കയിലേക്കുള്ള കയറ്റുമതി ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തിലേക്ക് അരി എത്തുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അടുത്തിടെ ഈ ശാസ്ത്രജ്ഞരുടെ തന്നെ ഒരു വിശകലനം അനുസരിച്ച് കേരളം വിചാരിച്ചാൽ ഏതാണ്ട് 4/1 ഭൂമിയും തരിശായി കിടക്കുകയാണ്. അത്തരം പ്രൊജക്റ്റുകളൊന്നും ഏറ്റെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല. മറിച്ച് ഓരോ സമയത്തുണ്ടാകുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ ചില പൊടിക്കൈകൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണമെന്ന് ഈ കാർഷിക മേഖലയിലെ ഒരു ശാസ്ത്ര കൂട്ടായ്മ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വായിച്ചിരുന്നു. അത്തരമൊക്കെയുള്ള ഒരു സാധ്യതകൾ തുറന്നിടേണ്ട സമയം കൂടിയാണോ ഇത്? നമ്മള് കേരളം പൊതുവെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മുടെ ഭൂരിപക്ഷം സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി കടന്നാണ് ഇതെല്ലാം വരുന്നത്. അത് നമുക്ക് പെട്ടെന്നൊരു ദിവസം നമുക്കിവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഫീൽഡിലൊക്കെ പോയി നമ്മുടെ കർഷകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതായത് ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന സഹായങ്ങള്, അവർക്ക് കിട്ടേണ്ട ഗൈഡൻസ്, അവർക്ക് മാർക്കറ്റിൽ ഇറങ്ങി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നല്ല രീതിയിലുള്ള വില കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം അവർക്ക് പല രീതിയിലുള്ള ഈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, നമ്മളിപ്പോ അതിൽ നിന്നാണല്ലോ തുടങ്ങിയത്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ഗുണവും ദോഷവും ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ ഏത് വസ്തുവിനാണ്, ഏത് ഉൽപ്പന്നത്തിനാണ് നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു വിപണിയില് അതൊരു ഡിസ്റ്റോർട്ടഡ് മാർക്കറ്റായിട്ട് മാറാം. അതായത് വിപണിയിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ച്, ശരിക്കും പറഞ്ഞാൽ വിപണിയിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിനോട് ആമുഖമായി പറയാനുള്ളത്. പകരം നമുക്ക് ഈ വരുന്ന സാധനങ്ങളുടെ ലഭ്യത കൊണ്ടുവരാനും, അതായത് എന്തുകൊണ്ട് ഈ സാധനങ്ങൾക്ക് വില കൂടുന്നു. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഓണം മാത്രമല്ല, ഗ്ലോബലി നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് ഇപ്പൊ ഫ്യൂവൽ ചാർജ് കൂടി, അതെ, യുദ്ധത്തിന്റെ ഭാഗമായി പെട്രോൾ ഡീസലിന്റെ ഒക്കെ വില കൂടി, അത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ ചെലവ് കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് റെമിറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പൊ നമ്മൾ വിദേശത്ത് നിന്ന് പണം വരുന്നു, കൂടുതൽ ഡിമാൻഡ്, അതിലൂടെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു, അതുവഴി നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നു. അപ്പൊ അത് സ്വാഭാവികമായും വിപണിയിൽ വില വർധനവിന് കാരണമാകാറുണ്ട്. ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ സപ്ലൈ ചെയിൻ ഷോക്സ് എന്നാണല്ലോ ഇതിനെ പറയുന്നത്. ഈ സപ്ലൈ ചെയിൻ ഷോക്സ് ഏതെല്ലാം കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ മുട്ടയുടെ കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ കോഴിയിറച്ചിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇപ്പൊ ട്രോളിംഗ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിപണിയിൽ മത്സ്യം കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായി നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരും മറ്റു പല ഇതിലേക്കും പോകുന്നുണ്ട്. അപ്പൊ അതേസമയം തന്നെ തമിഴ്നാട്ടില് ഞാൻ അറിഞ്ഞെടുത്തോളം സംസ്ഥാന സർക്കാർ മുട്ട ഉച്ച ഭക്ഷണത്തിന് കുട്ടികൾക്ക് കൊടുക്കുന്ന മിഡ് ഡേ മീൽ സ്കീമിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് മുട്ടകളാണ് അവർ ദിവസേന വാങ്ങിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നാമക്കൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ വില കൂടും. അപ്പൊ അത് എങ്ങനെ കൂടുതൽ ആ സപ്ലൈ ചെയിൻ ഷോക്സിനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് സർക്കാർ കൂടുതലായിട്ട് ആലോചിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മള് ഇതിനൊരു മാർക്കറ്റിൽ ഇടപെടുമ്പോൾ ചിലപ്പോ ഗുണത്തെക്കാൾ ദോഷം ഉണ്ടാകും. കാരണം പ്രൈസ് സിഗ്നലിംഗ് എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രൈസ് സിഗ്നൽ, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒപ്പം തന്നെ പ്രൈസ് ഒരു സിഗ്നലാണ്. ഏത് ഉൽപ്പന്നം മാർക്കറ്റിൽ കൂടുതൽ കിട്ടുന്നു, ഏത് ഉൽപ്പന്നം കുറഞ്ഞു, അതിനനുബന്ധിച്ചാണ് നമ്മുടെ ഉപഭോക്തൃ സംസ്കാരം തന്നെ മാറുന്നത്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. അതില്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കേരളത്തിന്റെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ വിപണിയിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഒരുപക്ഷെ നമ്മുടെ കാർഷിക മേഖലയിലും തളർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ പഠനത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കർഷകരെ സംബന്ധിച്ച് അവർക്ക് കിട്ടേണ്ട വില കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും അവര് കാർഷിക വൃത്തിയിൽ നിന്ന് അകന്നു പോകും.
അപ്പോ കാരണം വെച്ചാൽ നമ്മൾ ഈ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ നയം എന്തെന്ന് പറഞ്ഞാൽ ഏത് ഭരണകക്ഷിയായാലും അതൊരു പൊളിറ്റിക്കൽ ഇക്കണോമി. എനിക്ക് രാഷ്ട്രീയ കക്ഷികളെ കുറ്റം പറയാനല്ല ഞാൻ പറയുന്നത്. കാരണം ഇതൊരു വോട്ട് ബാങ്ക് ഉണ്ട്, ഇതിലൊരു പൊളിറ്റിക്കൽ ഇക്കണോമി ഉണ്ട്. സാധനത്തിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതിനോട് പ്രതികരിക്കും. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അടുത്ത് ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ഇന്റർവെൻഷനിലേക്ക് മാറും. പക്ഷെ ആ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഈ നമ്മള് സപ്ലൈകോയും നമ്മുടെ മാവേലി സ്റ്റോറിന് അപ്പുറത്തായിട്ട് നമ്മൾ ഈ സപ്ലൈ ചെയിൻ ഷോക്സ് അത് എങ്ങനെ കുറച്ചുകൊണ്ടുവരാം, ഇൻഫോർമൽ ആയിട്ടുള്ള റീറ്റെയിൽ സെക്ടറിനെ വളരെ ഫോർമൽ ആക്കി കൊണ്ടുവരാൻ പറ്റുമോ, ഈ ഒരു വിപണി വളരെ കോമ്പിറ്റന്റ് ആക്കി മാറ്റാൻ പറ്റുമോ? നമ്മുടെ റീറ്റെയിൽ സെഗ്മെന്റിൽ തന്നെ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ തന്നെ വലിയൊരു ഒരു മത്സരം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരും ചെറുകിടക്കാരും തമ്മിൽ മത്സരം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഈ വിപണിയിൽ കച്ചവടക്കാരായി വരികയും അവര് വളരെ ഓർഗനൈസ്ഡ് ആയി വരുമ്പോ ഇതില് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ, അതായത് പലപ്പോഴും ഇതിന്റെ പല സാധനങ്ങളും ചീഞ്ഞു പോകാറുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടോ, നമുക്ക് നല്ല രീതിയിലുള്ള വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇത് പലപ്പോഴും മാർക്കറ്റിന് മാത്രമേ അത് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പൊ മാർക്കറ്റിനെ കുറച്ചുകൂടി കോൺഫിഡൻസ് എടുത്തുകൊണ്ട് കൂടുതൽ കോൾഡ് സ്റ്റോറേജുകളും കൂടുതൽ വെയർ ഹൗസിംഗും ഒക്കെ സംരംഭങ്ങൾ ഉണ്ടാക്കാനും അതിന് ആ സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് ലോണൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ധൻരാജ് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓണത്തിലേക്ക് നമ്മൾ എത്തുന്നു. മലയാളികൾക്ക് പൊതുവിൽ സാമ്പത്തിക ബാധ്യത കൂടുതൽ ഉള്ള സമയമാണ്. അവിടെ ധൻരാജ് സൂചിപ്പിച്ച ഒരു ഉദാഹരണം തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതായത് തമിഴ്നാട്ടിലെ നമക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുട്ടക്കോഴികളെ വളർത്തുന്നത്. ഏതാണ്ട് പ്രതിദിനം 5 കോടിയോളം മുട്ടയാണ് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അവിടെയാണ് തമിഴ്നാട്ടിൽ ഡിമാൻഡ് കൂടിയപ്പോൾ കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ വില വർദ്ധിക്കുന്നു. ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതിയോ? ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിന് എങ്ങനെയാണ് ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുക? അത്തരം സാധ്യതകൾ ആണ് പുതിയ കാലഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കേണ്ടത് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.